ഇനി ഇവനാണ് നമ്മുടെ താരം. സേമിയ കൊണ്ട് നമുക്ക് പായസം മാത്രമല്ല നമ്മുടെ കുഞ്ഞു മക്കൾക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു വിഭവം കൂടെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യമായിട്ട് ഇതിനൊന്ന് വേവിച്ചെടുക്കാം. ഞാനേ ഒരു സവാളയുടെ പകുതി എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലൊരു തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് എടുത്തിരിക്കുന്നത്. സേമിയ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാമേ. എണ്ണ ചൂടായിരുന്നപ്പോൾ ഞാനിട്ട് കടുക് ഇട്ട് കൊടുക്കുവാണേ. കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞ് വെക്കുന്ന സവാള ഇട്ട് കൊടുക്കുവാണേ. സവാളയൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാമേ. നമ്മുടെ സവാളയും തക്കാളിയൊക്കെ നല്ല വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുക്കുവാണേ. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണേ. ഒരു നുള്ളു മതി, 1/4 ടീസ്പൂൺ ഇല്ല, ഒരു നുള്ളു. ഇനി അടുത്തതേ നമ്മൾ വീട്ടിൽ പൊടിച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുവാണേ. ഇനി അതിലേക്ക് 2 മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കാമേ. മുട്ട നല്ലപോലെ ഈ ഒരു പരുവം വരെ ഇളക്കി എടുക്കണേ. എന്നിട്ട് നമുക്ക് അതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന സേമിയ ഇട്ട് കൊടുക്കാം. അപ്പോഴേ നമ്മൾ ഈ ഒരു പരുവത്തിലെത്തിയിട്ടുണ്ട്. നമ്മളിതിന് ഉപ്പ്, നമ്മൾ സേമിയ വേവിച്ചപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്താണ് വേവിച്ചത്. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണേ. എന്താ അവിടെ റെഡി ആയിട്ടുണ്ട്.